നല്ല റേസ് അവിടെ കിട്ടും എന്നിങ്ങനെ പെൻകുണ്ടയിൽ തപ്പി നടക്കുമ്പോഴാണ് ഈ ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു താത്ത ഉണ്ടായിരുന്നു. താത്തയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു ഹോട്ടൽ ഒരു സ്ത്രീയെ കൊണ്ട് ഇത്ര മനോഹരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ചെറിയൊരു കടയാണെങ്കിലും ഇവിടെ ബിരിയാണി ഉണ്ട്, പിന്നെ ആ മെനുവിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഇന്നലെ കഴിച്ചതായിരുന്നു. ഇന്നലെ കഴിച്ചപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ ഫീഡ്ബാക്കിലാണ് ഇന്ന് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിക്കൻ റൈസ് എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് റൈസ് മോഡലിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് കഴിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറെടുത്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഓർഡറും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്, നമ്മുടെ നാട്ടിൽ കുറച്ച് നീളമുള്ള അരിയാണ് ഉപയോഗിക്കുക എങ്കിൽ ഇവിടെ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ തന്നെ ഈ ഒരു അരിയാണ് ഉപയോഗിക്കുന്നത് കാണുന്നത്. ബസ്മതി റൈസിൽ ഉണ്ടാക്കുന്ന അരി വിഭവങ്ങൾക്ക് കുറച്ച് റേറ്റ് അധികമായിരിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അത് ആ ഒരു റൈസിൻ്റെ വിലക്കനുസരിച്ചായിരിക്കാം ആ ഒരു ഡിഫറൻറ്റും ഇവർ കൊടുക്കുന്നത്. ഈ ഒരു ചിക്കൻ റൈസ് നമ്മുടെ നാട് വിട്ടിട്ട് പുറമേ നിന്നാണ് കൂടുതലായിട്ടും കഴിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചിക്കൻ റൈസ്. കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് ഇത് ചൂസ് ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ കൂടെ വന്ന് കഴിച്ച ആളുകൾക്ക് തന്നെ ഈ ഒരു ചിക്കൻ റൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 80 രൂപ മുതൽ 150 രൂപ വരെയുള്ള ഡിഫറൻറ്റിൽ ഈ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ കാണുന്ന ഒരു കവാടം കയറി കഴിഞ്ഞാൽ ഈ ഒരു പെൺകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു മക്ബറ കാണാൻ സാധിക്കും. ഈ ഒരു പെൺകുണ്ടയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നാമവിശേഷിപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കോട്ട നിലനിന്നിരുന്ന പ്രദേശം ഈ ഒരു ടൗണിനോട് അടുത്തായതുകൊണ്ട് തന്നെ പല ആളുകളും അതിൻ്റെ ആ ഒരു കോട്ടക്കുള്ളിലൊക്കെ തന്നെ വീടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു കോട്ടയുമായി ബന്ധപ്പെട്ട ആ ഒരു ഹിസ്റ്ററിയൊക്കെ തന്നെ കാണാതായിട്ടുണ്ട്. പല ഏരിയയിലും ആ ഒരു മതിൽ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാണുന്നത് കൊണ്ടും പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു നിർമ്മിതിയുടെ ആ ഒരു രൂപകൽപ്പനയൊക്കെ ഉള്ളത് കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെൺകുണ്ട എന്ന് പറയുന്നത് ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഇഷ്ട ഏരിയ ആണ്. ഒരു ചുരം പോലെ ഒരു ഏരിയ കടന്നിട്ട് കോട്ടയുടെ വേറൊരു ഏരിയയിലേക്കൊക്കെ നമുക്ക് റോഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ബൈക്ക് റൈഡേഴ്സ് ഇഷ്ടപ്പെടുന്ന ആ ഒരു ചുരം പോലെയുള്ള ഏരിയ ഡ്രബറൈസറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള റോഡാണ് നമുക്കവിടെ കാണാനും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.